വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയില്ലേ, അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരാണെങ്കിൽ ശിവനെ വിടാനായിട്ട് കൂട്ടാക്കുന്നേ ഇല്ല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഞാൻ എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ കൂടെ ഇരുന്നേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആകെ നിർബന്ധം പിടിക്കുകയാണ്. അവസാനം ഭാമ പറയുന്നുണ്ട് ശിവനോട് ഇരിക്കാനായിട്ട്. രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്, ശിവൻ ഇരിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ അങ്ങോട്ട് ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയോട് രാഘവൻ നായർ പറയുകയാണ്, ശാരദാമ്മയെ പിന്നെ ശാലിനിയെ വിളിക്ക്, വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അവളല്ലേ, അകത്ത് പോയിരുന്നാൽ എങ്ങനെയാ എന്നിങ്ങനെ പറയുകയാണ്. ശിവൻ്റെ അടുത്താണെങ്കിൽ ഒരു കസേര ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ശിവൻ ഇങ്ങനെ കസേരയിലേക്ക് നോക്കുന്നുണ്ട്. ശാരദാമ്മ എന്ത് പറയണമെന്നറിയാതെ ആകെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. ശാലിനി ആണെങ്കിൽ അവിടേക്ക് വന്നിട്ടില്ല. ശാലിനി അകത്ത് ഇങ്ങനെ റൂമിൽ തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ട്, താഴെ റൂമിലാണെന്ന് തോന്നുന്നു, ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. ശാലിനി ആകപ്പാടെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. വിഷ്ണുവിനെ പോലെ ശിവനെ രാഘവൻ നായർ പിടിച്ചെടുത്തിരുന്നതും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നതും അതുപോലെയൊക്കെ ഒരു വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് ശിവനായിട്ട് ഒന്ന് പറയുന്നത് പോലും സങ്കല്പിക്കാനായിട്ട് ശാലിനിക്ക് അവിടെ സാധിക്കുന്നില്ല. ആ ഒരു ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായരാണെങ്കിൽ വിഷ്ണുവിനെ പോലെ തന്നെ ശിവനോടങ്ങ് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയെ റസാക്ക് ഫോൺ ചെയ്യുകയാണ്. അന്നേരം അവിടെ സ്റ്റേഷനിൽ പിന്നെ രേഷ്മയെയും ആ ഒരു മാനേജർ പയ്യനുണ്ട്, ശെൽവിയുണ്ട്, എല്ലാവരും ഈ റസാക്കിൻ്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. ആ ലോക്കപ്പിൻ്റെ അടുത്ത് തന്നെയായിട്ട് നിൽപ്പുണ്ട്. വനിതാ പോലീസും ഒക്കെ ഉണ്ട്. എന്നിട്ട് റസാക്ക് ഫോൺ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മാഡം എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ടത് പൂർത്തിയാക്കി എന്ന് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഞാനന്ന് പറഞ്ഞില്ലേ, മലയശെൽവത്തിൻ്റെ വീട്ടിൽ കണ്ട പെൺകുട്ടിയെ രേഷ്മയുടെ പിന്നെ കടയിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംശയം ഞാൻ പറഞ്ഞില്ലേ, അത് കൃത്യമായിരുന്നു. മലയശെൽവത്തിൻ്റെ മകൾ ശെൽവിയും കേരളത്തിലെ രേഷ്മയുടെ കടയിലെ ആ ഒരു സ്റ്റാഫും രണ്ടും ഒന്നായിരുന്നു എന്നിങ്ങനെ റസാക്ക് ശാലിനിയോട് പറയുകയാണ്. അപ്പോൾ അവരെ ഒരു കിട്ടി എന്നുള്ളതും എന്തൊക്കെയോ എന്നുള്ളത് ശാലിനിക്ക് ഇവിടെ മനസ്സിലാവുകയാണ്. ഈ സീനെ കാണിക്കുന്നുള്ളൂ, പക്ഷേ അതിൽ പിന്നീട് പറയുന്നുണ്ട്, റസാക്ക് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ ചിതാഭസ്മം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നവയാണ്. അന്നേരമാണ് ശാലിനി പറയുന്നത്, വിഷ്ണുവേട്ടൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം, എനിക്കത് കൃത്യമായിട്ട് അറിയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശാരദാമ്മ റൂമിലേക്ക് വരുന്നതും ശാലിനി ഇങ്ങനെ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ. ആ ഒരു ചിതാഭസ്മം കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനിക്ക് ആ ഒരു നിലവിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൂജാരിയും അവിടെ തിരുമേനിയും അവിടെ പറയാമായിരുന്നല്ലോ, ഒരു സ്ത്രീ ഇങ്ങനെ ബലിയിട്ടിട്ട് പോയി എന്നുള്ളതൊക്കെ പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോൾ ശാലിനിക്ക് അവിടെ ആകെ കൺഫ്യൂഷൻ ആവുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ശാലിനി പിറ്റേന്നായിരിക്കണം ആ ഒരു സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതും രേഷ്മയെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറയിക്കുന്നതുമൊക്കെ. അതൊക്കെ നമുക്ക് നാളത്തെ ആ ഒരു മഹാ എപ്പിസോഡിൽ കാണാം. എല്ലാ സംഭവങ്ങളും നാളത്തോടു കൂടി കലങ്ങി തെളിയും. വിഷ്ണുവിന് എന്ത് പറ്റി, എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നാളെ അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.